മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം വളരെ കൂടും. അതുകൊണ്ട് തന്നെ 2 മാസത്തെ ഉപയോഗം 500-ൽ താഴെ നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് 536 രൂപയാണ്. ഇത് ഒരു യൂണിറ്റിന്റെ വ്യത്യാസത്തിലാണെന്ന് അറിഞ്ഞിരിക്കണം. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ഇത് KSB സൈറ്റിലെ ബിൽ കാൽക്കുലേറ്റർ ആണ്. ഇതിൽ ഉപയോഗിച്ച യൂണിറ്റ് 500 അടിച്ചു കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ നമ്മൾ അടയ്ക്കേണ്ട തുക താഴെ കാണിക്കും. 500 യൂണിറ്റിന് 3400 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി 501 യൂണിറ്റ് കൊടുത്ത് സബ്മിറ്റ് കൊടുത്താൽ ഇപ്പോൾ നമ്മൾ എല്ലാ ചാർജും കൂടെ കൂട്ടി നമ്മൾ അടയ്ക്കേണ്ട തുക 3936. ഇപ്പോൾ നമുക്ക് 536 രൂപയുടെ ഡിഫറൻസ് വന്നു. ഇത് വെറും ഒരു യൂണിറ്റിന്റെ വ്യത്യാസത്തിലാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് KSB മീറ്റർ റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയാണെന്നും സ്ലാബ് അടിസ്ഥാനത്തിൽ ബിൽ കാൽക്കുലേഷൻ ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രൂപയെങ്കിലും ലാഭിക്കാം. ആദ്യം നമുക്ക് KSB മീറ്റർ റീഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലെ മീറ്ററിൽ സ്ക്രോൾ ബാറ്ററി എന്നെഴുതിയിരിക്കുന്ന ഒരു സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ചിൽ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ സ്ക്രോൾ ചെയ്യേണ്ടത്. അതിൽ ബാറ്ററി എന്ന് എഴുതിയിരിക്കുന്നത് വീട്ടിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ ഇന്റേണൽ ബാറ്ററി ഉപയോഗിച്ച് ഡിസ്പ്ലേ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഡിസ്പ്ലേയിൽ ആദ്യം കാണുന്നത് എല്ലാം 8 എന്നുള്ളൊരു പേജ് ആയിരിക്കും. പിന്നീട് പ്രസ് ചെയ്യുമ്പോൾ ബി ഗുഡ് എന്ന് ബാറ്ററി ഗുഡ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീട് ടൈമും പിന്നീട് ഡേറ്റും കാണിക്കുന്നു. അതിനുശേഷം ലൈനിൽ വോൾട്ടേജ് ആണ് കാണിക്കുന്നത്. ഇതിൽ ഏകദേശം 200, 210 മുതൽ 240 വരെ നല്ല വോൾട്ടേജ് ആണ്. അടുത്ത പേജിൽ എ എന്നെഴുതിയിരിക്കുന്ന റീഡിംഗ് നമ്മൾ റീഡിംഗ് നോക്കുന്ന സമയത്ത് എത്ര ആംപിയർ കറണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് പവർ ഫാക്ടർ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ഏത് പവർ ഫാക്ടർ ഉപയോഗിക്കുന്നു എന്നതാണ്. ഇതിപ്പോൾ 0.89 ആണ്. ഇത് നല്ലൊരു വാല്യൂ ആണ്. 1 കിട്ടിയാൽ അത്രയും നല്ലത്. നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിനനുസരിച്ച് വ്യത്യാസം വരാം. 0.8 മുതൽ 1 വരെ വ്യത്യാസം ഉണ്ടാകാം. അടുത്തത് KW ആണ്. നമ്മളിപ്പോൾ എത്ര കിലോ വാട്ട് പവർ കൺസ്യൂം തരുന്നു എന്നുള്ളതിൻ്റെ അളവാണ്. അടുത്തത് KWH T1 അല്ലെങ്കിൽ C1 എന്നൊക്കെ കാണാം. ഇങ്ങനെ T1, T2, T3 അല്ലെങ്കിൽ C1, C2, C3 ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ മീറ്റർ TOD മീറ്റർ ആയതുകൊണ്ടാണ്. അതായത് ടൈം ഓഫ് ഡേ മീറ്റർ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കറണ്ടിന്റെ അളവ് നമ്മുടെ ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ 3 ടൈം സോണായി തിരിച്ചുകൊണ്ടാണ് ബിൽ ചെയ്യുന്നത്. ഇതിൽ T1 എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയവും, T2 എന്ന് പറയുന്നത് 6 മുതൽ 10 വരെയും, T3 എന്ന് പറയുന്നത് 10 മുതൽ രാവിലെ 6 മണി വരെയും. ഇതിൽ നമുക്ക് എടുക്കേണ്ടത് T1, T2, T3 കഴിഞ്ഞു വരുന്ന KWH ആണ്. ഫോർ എക്സാമ്പിൾ T1, T2, T3 ഇത് മൂന്നും കൂടി കൂട്ടിയപ്പോൾ കിട്ടിയത് 3850. ഇനി ഇതിന്റെ തൊട്ടു മുന്നിലെ ബില്ലിന്റെ റീഡിംഗ് എത്രയാണെന്ന് നോക്കി ആ റീഡിംഗ് ഇതിൽ നിന്ന് കുറച്ചാൽ കഴിഞ്ഞ ബിൽ ഡേറ്റിൽ മുതൽ ഇപ്പോൾ വരെ ഉപയോഗിച്ച യൂണിറ്റിന്റെ അളവ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ലഭിച്ചത് 320 ആണ്. ഈ 320നെ എങ്ങനെയാണ് സ്ലാബ് അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതാണ് KSBയുടെ സ്ലാബ് അടിസ്ഥാനത്തിൽ ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ചാർട്ട്. നമ്മുടെ മീറ്റർ റീഡിംഗ് 2 മാസത്തിലാണ് എടുക്കുന്നത് എങ്കിലും 1 മാസത്തെ അളവിലാണ് സ്ലാബ് കണക്കാക്കുക. അതായത് 2 മാസത്തെ റീഡിംഗ് എടുത്തതിന് ശേഷം കിട്ടിയ യൂണിറ്റിനെ പകുതിയാക്കിയാൽ 1 മാസത്തെ യൂണിറ്റ് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയ യൂണിറ്റ് 320 ആകുമ്പോൾ അതിന്റെ പകുതി 160. ഈ 160 വെച്ചിട്ടാണ് ബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്റെ ഉപയോഗം പ്രതിമാസം 250-ന് താഴെ ആയതിനാൽ സ്ലാബ് അടിസ്ഥാനത്തിലുള്ള ബിൽ കാൽക്കുലേഷൻ നടക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. എന്റെ പ്രതിമാസ യൂണിറ്റായ 160-ലെ ആദ്യ 50 യൂണിറ്റിനെ 3.52 രൂപ വെച്ച് ഗുണിക്കുമ്പോൾ 62.5 രൂപ. ഇവിടെ എനിക്ക് ആദ്യത്തെ 50 യൂണിറ്റിനെ 3.52 രൂപ വെച്ച് വന്നിട്ടുള്ളൂ. ഇനി അടുത്ത 50 യൂണിറ്റിനെ 4 രൂപ 05 പൈസ വെച്ച് 202.05 ആണ് വരുന്നത്. അടുത്ത 50 യൂണിറ്റിനെ 5 രൂപ 10 പൈസ വെച്ച് 255 രൂപയും. ഇനി ബാലൻസ് 160-ൽ 10 യൂണിറ്റ് ആണുള്ളത്. ഈ 10 യൂണിറ്റിനെ 6 രൂപ 95 പൈസ വെച്ച് 69.5 രൂപ കിട്ടുന്നു. ഇനി ഈ തുകകളെല്ലാം കൂടി കൂട്ടിയാൽ 1 മാസത്തെ എനർജി ചാർജ് ലഭിക്കുന്നു. ഇനി ഈ തുകയെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 മാസത്തേക്കുള്ള എനർജി ചാർജ് ലഭിക്കും. ഇപ്പോൾ പ്രതിമാസ ഉപയോഗം 250-ൽ താഴെ ആയതിനാൽ സ്ലാബ് അടിസ്ഥാനത്തിലുള്ള കാൽക്കുലേഷൻ ആണ് നടന്നത്. അതേസമയം പ്രതിമാസം 250-ന് മുകളിൽ, അതായത് 2 മാസം 501 യൂണിറ്റ് വരികയാണെങ്കിൽ സ്ലാബ് അടിസ്ഥാനത്തിലുള്ള കാൽക്കുലേഷനിൽ നിന്ന് പുറത്തു പോകുകയും 0 മുതൽ 501 യൂണിറ്റ് വരെയും 6 രൂപ 40 പൈസ എനർജി ചാർജ് വരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ 536 രൂപയുടെ ഡിഫറൻസ്. അതുപോലെ പ്രതിമാസം 251 യൂണിറ്റിന് മുകളിൽ വരുന്ന എല്ലാ യൂണിറ്റിനും ഈ ചാർട്ട് പ്രകാരമുള്ള എമൗണ്ട് ആയിരിക്കും. 0 മുതൽ കണക്കാക്കുക. ഇനി ഈ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ KSBയുടെ സൈറ്റില് ബിൽ കാൽക്കുലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലിങ്കിൽ കയറുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും ലഭിക്കുക. ഏറ്റവും മുകളിൽ താരിഫ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. T1A എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഇലക്ട്രിസിറ്റി ബില്ലിൽ നിങ്ങളുടെ താരിഫ് ഏതാണെന്ന്
രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ കണക്ഷൻ ഏതാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഇനി നമ്മുടെ ബിൽ സൈക്കിൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2 മാസത്തെ ബില്ലാണ് KSB നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മാസത്തേനുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഇത് മാറ്റം വന്നേക്കാം. തൊട്ട് താഴെയുള്ള കൺസ്യൂംഡ് എന്ന കോളത്തിൽ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റിന്റെ അളവ് രേഖപ്പെടുത്തി. എനിക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 320 ആണ് ലഭിച്ചത്. ഞാനത് എൻ്റർ ചെയ്തു. താഴെ സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ എന്ന് രേഖപ്പെടുത്താം. എന്നിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബിൽ ഡീറ്റെയിൽസ് ലഭിക്കും. ഇതിൽ ഏറ്റവും മുകളിൽ എനർജി ചാർജ് എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിച്ച ചാർജ്. ഡ്യൂട്ടി, ഫ്യൂവൽ ചാർജ്, ഫിക്സഡ് ചാർജ്, മീറ്റർ റെന്റ് CGST, മീറ്റർ റെന്റ് GST, മന്ത്ലി ഫ്യൂവൽ ചാർജ് എന്നിങ്ങനെയുള്ള എല്ലാ ചാർജും കൂട്ടി അവസാനം ടോട്ടൽ എമൗണ്ട് എഴുതിയിരിക്കുന്നു. ഈ എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മീറ്റർ റീഡിംഗ് എടുക്കാനും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.